സ്ഥാനാർത്ഥി സച്ചിൻ ദേവ് കന്യാംഗമല്ല. കഴിഞ്ഞ തവണ ഉഗ്രൻ പ്രകടനം കാഴ്ചവെച്ച് 20,000. സച്ചിൻ ദേവ് സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാനാണ് വന്നിരിക്കുന്നത് നമ്മുടെ സച്ചിൻ ദേവ്. പിന്നെ സൂരജ്. സച്ചിൻ ദേവ് ആണ് LDF വേണ്ടി മത്സരിക്കുന്നത്, സൂരജ് കോൺഗ്രസിന് വേണ്ടി. നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്യും? കാരണം സച്ചിൻ ഒരു പാവം പിടിച്ച ഒരു അച്ഛൻ്റെ ഒരു മകനാണ്. ഞാൻ ആ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ദണ്ണം വന്നു. പിന്നെ അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്നവരോട് എനിക്ക് സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ട്. എൻ്റെ ഇവിടെ എല്ലാം നീരായിരിക്കുന്നതൊക്കെ കണ്ടല്ലോ, കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ട്. കഴിഞ്ഞ വീഡിയോയിലൊക്കെ തൊപ്പി വെച്ചുകൊണ്ട് വന്നതിൻ്റെ റീസൺ വേറെ ഒന്നുമല്ല, ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കൂടുതൽ സ്ട്രെയിൻ എടുക്കാൻ പറ്റില്ല, എന്നാലും ഞാനങ്ങ് പറയുവാണ്, കാരണം എന്നും വീഡിയോ ഇടുന്നതല്ലേ. അതൊരു മുടക്കം വേണ്ടാന്ന് കരുതിയിട്ടാണ്. നീര് ശരിക്കും ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ എല്ലാം പ്രശ്നമാണ്, ഇവിടെ എല്ലാം പ്രശ്നമാണ്. അപ്പം ചെറിയ പോരായ്മകളൊക്കെ കാണും. ചില വീഡിയോസിനൊക്കെ എഡിറ്റിങ്ങിലും കുറേ പ്രശ്നങ്ങളുണ്ടായി. ഞാൻ തന്നെ എല്ലാം ചെയ്യണ്ടേ. അപ്പം അതിനൊക്കെ ക്ഷമ ചോദിക്കുന്നത്. സച്ചിൻ ദേവ് എന്ന് പറയുന്നവൻ തോക്കണം എന്ന് ആഗ്രഹമുള്ളവരൊന്ന് ലൈക്ക് അടിച്ചേര്. കാരണം പാവം പിടിച്ചു വരുത്തനുണ്ട് യദു എന്ന് പറയും. ആ യദുവിൻ്റെ ജോലിയും കളഞ്ഞ് തെരുവിലാക്കിയ ടീമേഴ്സാണ് ഇവൻ്റെ ഭാര്യയും. ഇപ്പോൾ ഭാര്യയുടെ അവസ്ഥ കണ്ടല്ലോ, ആ തിരുവനന്തപുരം മുടിപ്പിച്ചു. ഇപ്പം നോക്കുമ്പോൾ കഴിഞ്ഞ വട്ടം ഞാൻ നോക്കുമ്പോൾ ഏതോ ഒരു മൂലയ്ക്ക് കുഞ്ഞിനെയും പിടിച്ചുകൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ വിഷമം തോന്നുമ്പോഴും ഞങ്ങളുടെ ഒരു കസിനെ ഞാൻ ഈ വീഡിയോ കാണിച്ചപ്പോൾ അവരെ പറഞ്ഞ അറപ്പാണ് ഞങ്ങൾക്ക് തോന്നുന്നു. ഇങ്ങനെ നിപ്പ് കാണുമ്പോൾ ഞാൻ പറഞ്ഞു കണ്ടിട്ട് വിഷമം തോന്നുന്നു, അവർക്ക് അറപ്പ്. കാരണം ഒരു പാവം പിടിച്ചവൻ തെരുവി കിടന്ന് ഇത് ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ സച്ചിന, ഇവനെപ്പോലുള്ളൊരു കള്ളൻ, ഇവൻ വന്ന് പറഞ്ഞ അന്നത്തെ കള്ളങ്ങൾ, ഇവൻ ആ CCTVയും കാര്യങ്ങളെല്ലാം മുക്കുകയും ചെയ്ത് ഇവനവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കി പൂരത്തെറികൾ ബസ്സിലുള്ളവരെ വിളിച്ചവനവൻ. ഇവനെപ്പോലുള്ള ഒരുത്തം വേണോ MLA ആയിട്ട് ബാലുശ്ശേരിയിൽ? ഞാൻ അവിടുത്തെ ജനങ്ങളോട് ചോദിക്കുക, വേണോ വേണ്ടായോ? കഴിഞ്ഞ വട്ടം ഇവൻ ധർമ്മജന് 20,000 വോട്ടിനെ അവൻ തോപ്പിച്ചത്. ഈ വട്ടം ഇവൻ തോക്കണം, ഇവൻ തോറ്റേ പറ്റൂ. ഞാൻ ഇത്ര ഈ വയ്യാതിരുന്ന സമയത്തും വന്ന് പറയുന്നെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അത്രയ്ക്ക് ദണ്ണമുണ്ട്. ഞാൻ ഈ അടുത്ത സമയത്ത് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തതാണ്. ഇവനെ പോലുള്ളവന്മാരൊന്നും വരരുത് ദയവ് ചെയ്തിട്ട്. ഓക്കെ, ഞാൻ ആ ബാലുശ്ശേരിയിലെ UDF സ്ഥാനാർത്ഥിയുടെ അവൻ്റെ അച്ഛനുണ്ടല്ലോ, സൂരജിൻ്റെ, ആ അച്ഛനെ ഒന്ന് കാണിച്ചു തരാം. ഇവനൊക്കെ മുന്തിയ കാറിലും വലിയ രീതിയിലൊക്കെ അങ്ങ് നടക്കുകയാണ്. എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഒരുത്തരെ തെരുവിലാക്കിയവനാ അവനൊക്കെ. നാളെ സാധാരണപ്പെട്ട ആൾക്കാർ തന്നെ വേണം. ഇതൊന്ന് കണ്ടു നോക്കാം. UDF സ്ഥാനാർത്ഥി അപ്പോ ജോലിക്കൊന്നും പോവാൻ മത്സരിക്കുകയാണ് നിയമസഭയിലേക്ക്. എങ്ങനെയാണ് ഇത് കാണുന്നത്? അതായത് ഒന്നേ ഒരു പൊതുപ്രവർത്തനം കുറെ കാലമായി, പിന്നെ ഇത് തന്നെ ഫുൾ ടൈം ഇതിന്റെ പ്രവർത്തനമൊക്കെ ആയി ബന്ധപ്പെട്ട് അപ്പോൾ ജോലിക്കൊന്നും പോകാത്തത് കൊണ്ട് ഞാൻ വീട്ടിൽ നിന്ന് ശകാരിക്കലൊക്കെ ഉണ്ട്. അപ്പോൾ സഹായിക്കും, നല്ല രീതിയിൽ സഹായിക്കും. കാരണം അച്ഛൻ ഇപ്പോഴും ഓല മേഞ്ഞ് നടക്കുക. അച്ഛൻ ഇപ്പോഴും ഒരു ഓല മേയാൻ പോകുന്നതിന് ഒരു ദിവസക്കൂലി കിട്ടുന്നതിന് എത്ര രൂപയെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടൊക്കെ എന്താ പറയാ, 1,000-1,500 രൂപയ്ക്ക് എന്തോ ആവാനോ? നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക്. കടയിൽ ചെന്നിട്ട് 2-3 കൂട്ടം സാധനം മേടിക്കുമ്പോൾ തന്നെ അത് ഇല്ലാണ്ടായി പോകും, പൈസ തീരും. ഓക്കെ, എങ്ങനെ പറയും. അപ്പോൾ അച്ഛൻ പേടിക്കൊന്നും വേണ്ട, അച്ഛൻ്റെ കടങ്ങളൊക്കെ ഞാൻ മേടിക്കോളൂ എന്നൊക്കെ പറയും. അപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥ, ഒരു സ്ഥാനത്തേക്ക് അവനെ തിരഞ്ഞെടുക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. അപ്പോൾ എൻ്റെ പ്രസ്ഥാനം, അതുപോലെ തന്നെ സമൂഹത്തിലുള്ള അംഗീകാരം, അതായിരിക്കാം അവനെ ഇങ്ങനെ ഒരു സ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്തെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും എനിക്ക് വലിയ സന്തോഷമുണ്ട്. പിന്നെ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത എന്താണ് സന്തോഷമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം അവൻ്റെ നോമിനേഷൻ കൊടുക്കുന്ന സമയത്ത് അച്ഛനും അമ്മയും വരണമെന്ന് പറഞ്ഞ് ഞാൻ പോയപ്പോൾ ജനങ്ങളിൽ അവന് കൊടുത്ത അംഗീകാരം കണ്ട് സത്യത്തിൽ എന്നോട് കരഞ്ഞുപോയി. അതാണ് എൻ്റെ ഒരു സാഹചര്യം. വീട്ടിലിപ്പോൾ നമുക്ക് സാമ്പത്തിക ഭദ്രതയൊന്നുമില്ല, എനിക്കൊന്നും കൊടുക്കാനൊന്നും കഴിയില്ല, സാമ്പത്തികമായിട്ട് സഹായിക്കാനൊന്നും പറ്റില്ല. ആരും ഒന്നും കൊടുക്കണ്ട. അല്ല, എന്താ പറയണ്ടേ അച്ഛാ, നിങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ല, ജനങ്ങൾ കൊടുക്കും. വോട്ടായിട്ട് അത് കൊടുത്തിരിക്കും. വോട്ടായിട്ട് ജനങ്ങളത് കൊടുത്തിരിക്കും. ഇത് കാണുന്ന ബാലുശ്ശേരിക്കാരോട് ഞാൻ അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്യുകയാണ്, ചെയ്യിക്കണം. ഈ വട്ടം അവനെ ജയിപ്പിക്കുക. പിന്നെ MLA സ്ഥാനം വെയിറ്റ് കഴിഞ്ഞിട്ട് വല്ല തോന്നിവാസം കാണിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ അവനെതിരെ പ്രവർത്തിക്കും. ഞാനൊരു കോൺഗ്രസ്സുകാരനൊക്കെ പാർട്ടിയിലുള്ളവരെ കൂടുതലും വിമർശിച്ച ഒരു വ്യക്തിയാണ്, പറഞ്ഞു മനസ്സിലായോ? പാർട്ടിയിലുള്ളവരെ ഞാനിത് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. കാരണം ഈ സച്ചിനെ പോലുള്ളതിനേക്കാളും ഏറ്റവും കൂടുതൽ അന്തസ്സാണ് ഈ അച്ഛൻ്റെ മകൻ അവിടുത്തെ MLA ആയിട്ട് വരണമെന്ന്.
പിന്നെ എൻ്റെ മനസ്സെപ്പോൾ എൻ്റെ കൂടെ ഉണ്ടാവും. എന്തായാലും ഈ കാലയളവിലൊന്നും ഒരു മോശം പ്രവൃത്തി ചെയ്തിട്ടൊരറിവ് എൻ്റെ ബന്ധുക്കളോ നാട്ടുകാരോ സുഹൃത്തുക്കളോ ആരും പറഞ്ഞിട്ട് അറിയില്ല. അതുകൊണ്ട് ബാലുശ്ശേരിയിലെ ജനം ഓന ഏറ്റെടുക്കുന്നുള്ള വിശ്വാസമാണ് എനിക്കുള്ളത്. ഏറ്റെടുത്തിരിക്കും മിക്ക്. അതിനു മുമ്പ് നമുക്ക് ആര്യ ഇപ്പം പ്രവർത്തനത്തിന് പോലും അവരിറക്കുന്നില്ല. ആര്യ ഒരു പ്രവർത്തനത്തിനോ ഒരു കാര്യത്തിലോ ഒന്നും അവരിറക്കുന്നില്ല. എന്തുകൊണ്ട്? ട്രിവാൻഡ്രം കുട്ടിച്ചോറാക്കിയില്ലേ? ഞാൻ അതൊന്ന് വെച്ചിട്ട് നമുക്ക് വേണ്ട, അത് വെക്കണം. വെച്ചിട്ട് നമുക്ക് സച്ചിൻ്റെ അടുത്തോട്ട് പോവാം. സച്ചിൻ്റെയും പോട്ടെ, സൂരജിൻ്റെ അടുത്തോട്ട് പോവാം. പൊതുവേദികളിൽ സജീവമല്ലാത്ത ആര്യ ദേശീയ ജനറൽ സെക്രട്ടറി MA ബേബി പങ്കെടുത്ത നേമം മണ്ഡലത്തിലെ പൊതുസമ്മേളനത്തിനാണ് ആദ്യം എത്തിയത്. പക്ഷേ കാഴ്ചക്കാരിയുടെ റോൾ മാത്രമാണ് മുൻ മേയർക്കുണ്ടായിരുന്നത്. മേയറായി തിരഞ്ഞെടുക്കപ്പെട്ട ആര്യ രാജേന്ദ്രൻ എന്ന ഞാൻ CPM ആവേശത്തോടെ നടത്തിയ പരീക്ഷണമായിരുന്നു രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ. പക്ഷേ 5 വർഷത്തെ മേയർ ഭരണത്തിന് ശേഷം ആര്യയ്ക്ക് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകിയില്ല. അന്ന് പാർട്ടി സെക്രട്ടറി പറഞ്ഞത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരിഗണിക്കുമെന്ന്. ആര്യയുടെ ഭരണത്തോടെ ചരിത്രത്തിലാദ്യമായി തിരുവനന്തപുരം കോർപ്പറേഷനിൽ കാവിക്കൊടി മാറിയതോടെ നിയമസഭയിലേക്ക് പേര് പോലും പരിഗണിച്ചില്ല. അങ്ങനെ ഒതുങ്ങിപ്പോയ മുൻ മേയറെ ഇന്നലെ പൂജപ്പുരയിലെ പൊതുയോഗ മൈതാനത്ത് കണ്ടു. സ്ഥാനാർത്ഥി വരും മുമ്പേ സ്ഥലത്തെത്തി. ഞാനിതാ പറഞ്ഞത്, ഈ വീഡിയോ കണ്ടപ്പോൾ പാവം തോന്നിയെന്ന്. പാവമല്ല, അപ്പം എൻ്റെ അടുത്തുള്ള ഞങ്ങളുടെ കസിൻ ഞാൻ പറഞ്ഞല്ലോ. ഓക്കെ, ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ഭർത്താവ് എവിടെ നിൽപ്പുണ്ടോ അവനെയും തോപ്പിക്കണമെന്ന്. കാരണം ഒരു കുടുംബത്തിൻ്റെ അത്താഴം മുടക്കിയിട്ട് അവൻ MLA, ഇപ്പം ജനങ്ങളെ കാണുമ്പോൾ അവൻ കൈപൊക്കി കാണിക്കുന്നത്. നേരത്തെ കാണാൻ മിണ്ടത്ത് പോലും ഇല്ലായിരുന്നു. ഇങ്ങനെയുള്ളവരൊന്നും നിൽക്കരുത്. ഞാൻ ആ പയ്യൻ്റെ ഒരു വീഡിയോ വെച്ച് തരാം. പിന്നെ അതുപോലെ തന്നെ ആ നാട്ടിലെ ബാലുശ്ശേരിയിലെ റോഡ് കാണിക്കാം. ആദ്യം റോഡ് കാണിക്കാം, ആദ്യം പ്രശ്നങ്ങൾ കാണാം, പിന്നെ മതി നമുക്ക് ഈ പറയുന്ന പ്രസംഗമൊക്കെ. ഒരു കൂട്ടം വോട്ടർമാർ 3 വർഷമായി വെട്ടിപ്പൊളിച്ചിട്ട ഈയാട് വട്ടോളി ബസാർ റോഡിലെ നിർമ്മാണം നിലച്ചതാണ് പ്രതിഷേധത്തിന് കാരണം. കുഴിയിൽ വീണ് ഗുരുതരമായി പരിക്കേറ്റ ബൈക്ക് യാത്രികൻ ഇപ്പോഴും കോമയിൽ കഴിയുകയാണ്. 10ഓളം സ്കൂളുകളും നിരവധി രോഗികളും ആശ്രയിക്കുന്ന റോഡിന്റെ പുനർനിർമ്മാണത്തിനായി പ്രദേശവാസികൾ മുട്ടാത്ത വാതിലുകളില്ല. നമ്മുടെ നാട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വണ്ടി അടക്കം ഓട്ടോ വരുന്നില്ല. ഏകദേശം 3 വർഷത്തോളമായി ഈ ദുരിതം ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു വോട്ട് ബഹിഷ്കരണത്തിലുള്ള ആഹ്വാനം ഞങ്ങൾ അതിൽ തീരുമാനം എടുത്തിട്ടുണ്ട്. എന്തെന്നെയാണെങ്കിലും ഈ ഒരു റോഡ് നന്നാക്കാതെ ഒന്നും ഇത് കാര്യം നടക്കൂല. ആരും വോട്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടില്ല. PMGSY പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടും പണി തീരാത്ത ഈ റോഡിന് സമീപത്തെ പള്ളികളും വിദ്യാലയങ്ങളും കണ്ടല്ലോ. ഇവൻ MLA ആയിട്ടിരിക്കുന്ന സ്ഥലത്തിന്റെ അവസ്ഥയും കാര്യങ്ങളൊക്കെ കണ്ടല്ലോ. നിങ്ങൾ വോട്ട് ചെയ്യാതിരിക്കുകയൊന്നും ചെയ്തിട്ട് പോയി ഈ പയ്യൻ വോട്ട് കൊടുക്കുക. അവൻ ചെയ്യും. കാരണം ബുദ്ധിമുട്ടറിഞ്ഞ വീട്ടിലെ പയ്യനാണ്. ഇവനെ പോലെ മുന്തിയ കാറിലും മുന്തിയ സുഖത്തിലും ജീവിച്ചു വളർന്നതൊന്നും അല്ല. ഓക്കെ, ഇനി വേണ്ട അവന് പറയാനുള്ളതെന്ന് ഞാനൊന്ന് വെച്ചു തരാം. ബാലുശ്ശേരിയിലെ UDF സ്ഥാനാർത്ഥി VT സൂരജ് KSUയുടെ ജില്ലാ പ്രസിഡന്റ് ആയിരിക്കുകയാണ്. സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ബാലുശ്ശേരിയിലേക്ക് എത്തുന്ന സൂരജ് ആദ്യം തന്നെ പ്രായത്തായെന്ന് പറയണം. എങ്ങനെയുണ്ട് ക്യാമ്പയിൻ? എങ്ങനെ പോകും? ക്യാമ്പയിൻ വളരെ നന്നായിട്ട് പോകുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടന്നുകൊണ്ടേ മണ്ഡലത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും കടന്നു ചെന്നിട്ടുണ്ട്. കടകളിലായാലും ശരി, തൊഴിലിടങ്ങളായാലും ശരി, കൃഷിയിടങ്ങളിലൊക്കെ കടന്നു ചെല്ലുമ്പോൾ ആളുകൾ നമ്മളെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് സ്വീകരിക്കുകയാണ്. അത് വലിയ പ്രതീക്ഷ നൽകുന്നതാണ്. ഇവിടുത്തെ പ്രധാന ക്യാമ്പയിൻ വിഷയം എന്താണ്? സാധാരണക്കാരായ നാട്ടുപുറമാണ്. അവരുടെ ജീവിത പ്രശ്നങ്ങളാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കാര്യങ്ങൾ. അപ്പോൾ സാധാരണക്കാരായ ആളുകളുടെ മക്കൾക്ക് ഒരു നല്ലൊരു വിദ്യാഭ്യാസത്തിന് നമുക്ക് വേണ്ടത് ഒരു കോളേജാണ്. ബാലുശ്ശേരിയിൽ ഒരു കോളേജ് ഉണ്ട്. ആ കോളേജ് നിങ്ങൾ പറഞ്ഞു കാലങ്ങളായി ഇടതുകോട്ടയാണ്. കുറെ ഇടതുപക്ഷക്കാർ ജയിച്ചു എന്ന് പറഞ്ഞു. ആ ഇടതുകോട്ടയിൽ ഒരു ഗവൺമെന്റ് കോളേജ് കൊണ്ടുവന്നിട്ടുള്ളത് കേരളത്തിൽ ഉമ്മൻചാണ്ടി സാർ മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ്. ബാലുശ്ശേരിക്ക് ഉന്നത വിദ്യാഭ്യാസ രംഗത്തായാലും വിദ്യാഭ്യാസ മേഖലയായാലും സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്തായാലും ഒക്കെ തലയെടുപ്പുള്ള സ്ഥാപനങ്ങളുണ്ടാണ് ബാലുശ്ശേരിക്കാർക്ക് സ്വയം പര്യാപ്തമാവുന്നത്. അതോടൊപ്പം ബാലുശ്ശേരിയിലേക്ക് നിങ്ങൾ വൈകുന്നേരം വന്നു നോക്കിയാൽ അറിയാം, വലിയ ഗതാഗത കുരുക്കാണ്. ബാലുശ്ശേരിയിലെ ജനങ്ങളുടെ ആവശ്യമായ ബാലുശ്ശേരി ബൈപ്പാസ് ഇവിടുത്തെ ഒരു ചർച്ചാ വിഷയമാണ്. സ്ഥാനാർത്ഥിയായാലും നേതാവായാലും ആളുകളോട് എങ്ങനെ പെരുമാറുന്നു, എങ്ങനെ ഇടപെടുന്നു എന്നുള്ള വലിയൊരു കാര്യമാണ്. ഒരു പൊതുപ്രവർത്തകൻ എങ്ങനെ ഇടപെടണം, വിനയത്തോടെ ഇടപെടണമെന്നും ഒരാൾക്ക് അപകടം പറ്റിയാൽ ഒരാൾക്ക് പ്രയാസം ഉണ്ടായാൽ അവരെ ചേർത്ത് പിടിക്കണമെന്നും അവർക്ക് വേണ്ടി സംസാരിക്കണമെന്നൊക്കെ നമ്മളെ പഠിപ്പിച്ചത് സംഘടനയാണ്. ആ സംഘടനാ ബോധം തന്നത് വിദ്യാർത്ഥി സംഘടനാ കാലഘട്ടമാണ്. അത് ആർച്ചെടുത്ത് ഈ മണ്ണിൽ നിന്നാണ്. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. എനിക്ക് ഈ നാടൊരു അവസരം തരികയാണെങ്കിൽ ഈ നാട്ടിലെ ജനപ്രതി എന്ന നിലയ്ക്ക് ഞാനൊരു അഹങ്കാരിയാണെന്നോ ധിക്കാരിയാണെന്നോ ഈ നാട്ടിലെ എനിക്ക് വോട്ട് ചോദിച്ചു പോയ ഒരാൾക്കും ഒരിടത്തു നിന്നും കേൾക്കേണ്ടി വരില്ല. എനിക്ക് വോട്ട് ചെയ്തതിന്റെ പേരിൽ ഒരാളും ഒരു UDF പ്രവർത്തകനും വോട്ട് ചോദിച്ചതിന്റെ പേരിൽ എവിടെ നിന്നും തലകുനിക്കേണ്ടി വരില്ല. ആ ഉറപ്പ് ബാലുശ്ശേരിക്ക് എനിക്ക് നൽകാൻ കഴിയും. അത് മതി. എടാ, നീ അന്നും ചിന്തിക്കണം. നിന്റെ അച്ഛന്റെ വില കളയാതിരിക്കുക. അദ്ദേഹം കഷ്ടപ്പെട്ടാണ് നിന്നെ ഈ നിലയിലെത്തിച്ചത്. ആ ഒരു മനുഷ്യന്റെ വില കളയാതിരിക്കുക. കുറെ ആൾക്കാർ പറയും, രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നതാണോ മോനെ, ജോലിയും കൂലിയില്ല. രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നതിൻ്റെ അല്ല, ജനങ്ങളുടെ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ അത് ഏറ്റവും വലിയൊരു കാര്യമാണ്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ കഥാനായകന്റെ വില്ലന്റെ പ്രശ്നം കേൾക്കാം. ഇവൻ കാരണം ഇതെന്ന് പറഞ്ഞ് ചെറുപ്പക്കാരൻ്റെ ജീവിതം പോലും ഇല്ലാണ്ടായതാണ്.
അവൻ്റെ പ്രസംഗം ഒന്ന് കേൾക്കാം നമുക്ക്. കഴിഞ്ഞ തവണ ഉഗ്രൻ പ്രകടനം കാഴ്ചവെച്ച് 20,000-ലേറെ വോട്ടിന്റെ ഒക്കെ ഭൂരിപക്ഷത്തിൽ ജയിച്ച ആളാണ്. ആ ആത്മവിശ്വാസം തന്നെയല്ലേ നിൽക്കുന്നുണ്ടാവും? തീർച്ചയായും നല്ല ആത്മവിശ്വാസത്തോടു കൂടി കഴിഞ്ഞ തവണത്തേക്കാൾ മികച്ച വിജയം നേടാനാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. ഇത്തവണത്തെ ഒരു പോസിറ്റീവ് ഘടകമായിട്ട് എന്താ തോന്നുന്നു? പോസിറ്റീവായ പ്രതികരണം ജനങ്ങളിൽ നിന്ന് ഗവൺമെന്റിന്റെ പെർഫോമൻസുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. ഇപ്പൊ UDF സ്ഥാനാർത്ഥി ഒരു യുവാവാണ്, ഒരു കുഞ്ഞാണെന്ന് പറയാൻ വേണേ, KSU ജില്ലാധ്യക്ഷനാണ്. എങ്ങനെയാണ് എതിർ സ്ഥാനാർത്ഥി എങ്ങനെ കാണുന്നത്? വ്യത്യസ്തമായ രാഷ്ട്രീയ ആശയങ്ങളും രാഷ്ട്രീയ നയങ്ങളും തമ്മിലുള്ള മത്സരമാണ് തെരഞ്ഞെടുപ്പ് എന്നുള്ളത്. അപ്പോൾ അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും വ്യക്തി എന്നുള്ള പ്രശ്നമൊന്നും വരുന്നില്ല. ഇപ്പൊ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പൊക്കെ LDF ഈ പ്രദേശത്ത് ഒരു ചെറിയ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. അതൊരു ടെൻഷൻ ഉണ്ടാക്കുന്നുണ്ട്. തിരിച്ചടി ഉണ്ടായി എന്നുള്ള നിലയിൽ പറയാൻ കഴിയില്ല. രാഷ്ട്രീയ വോട്ടുകളുടെ കാര്യത്തിൽ മേൽക്കൈ ഇടതുപക്ഷം തന്നെയാണ്. ഇപ്പൊ പ്രചാരണത്തിന് എങ്ങനെയാണ് ആര്യ എത്തും? തിരുവനന്തപുരത്താണ് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗം എന്നുള്ള നിലയിൽ പ്രവർത്തിക്കുന്നത്. അവിടുത്തെ പാർട്ടി മോനെ നീ പോലും അവളെ ഇറക്കുന്നില്ലെന്നാടാ ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത്. കാരണം ഇറങ്ങിയ വോട്ട് പോലും കിട്ടത്തില്ല. ഇറങ്ങിയ ഏതെങ്കിലും ഒരാൾ LDF ഏതെങ്കിലും ഒരാളെ കൂടെ അവൾ വോട്ട് പിടിക്കാൻ ഇറങ്ങിയിട്ടുണ്ടോ? നിങ്ങൾ പറ. തോറ്റുപോകുന്നറിയാം, സ്വന്തം ഭർത്താവ് ഇറക്കുന്നില്ല. പ്രകാരം തിരുവനന്തപുരത്ത് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയാണ്. അത് പ്രതീക്ഷിക്കാം. ഇടയ്ക്ക് വെച്ച് ചില രാഷ്ട്രീയ എതിരാളികൾ പറയുന്നത് സച്ചിൻ കുറച്ചൊരു എന്താണ് മത്സരത്തിൽ കൂടുതലാണ്. തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ ഒത്തിരി മാറ്റം വരുന്നുണ്ട്. അതൊക്കെ സത്യമാണോ? എന്നോട് ഏറ്റവും അടുത്ത് സംസാരിച്ചവരോ എന്നോട് ഇടപെട്ടവരോ ആരും അങ്ങനെ അഭിപ്രായം പറയുന്നത് ഞാൻ തോന്നി. എനിക്ക് തോന്നി നീ മസിലല്ല വലതും പിടിക്കുന്നവനാന്ന് നല്ല രീതി. ഇപ്പൊ ഇലക്ഷൻ അല്ലേ അങ്ങനെ. എന്തായാലും എനിക്ക് ബാലുശ്ശേരിക്കാരോട് ഒരു അപേക്ഷയുണ്ട്. ഇവനെ ഒന്നും ജയിപ്പിക്കരുത്. പിന്നെ കുറേ എണ്ണം വന്നിട്ട് വയ്ക്കും എത്ര തന്നെന്ന്. അവരോട് അഡ്വാൻസ് ആയിട്ട് ഞാൻ പറയാം, തന്തയ്ക്ക് വിളിപ്പിക്കരുത്. അത്രേ ഞാൻ പറയുന്നുള്ളൂ. പരമാവധി ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്ബൊക്കെ ചെയ്യാം. ഞാൻ ഓടിച്ചിട്ടൊന്ന് കാണിച്ചത് മാത്രമേ ഉള്ളൂ. എനിക്ക് ഒന്നാമത് നിൽക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ തുടർന്നും ഇലക്ഷൻ വർക്ക് വീഡിയോസൊക്കെ ഇടുകയൊക്കെ ചെയ്യും. സബ് ചെയ്യാത്തൊരു സബ് ചെയ്യോ. അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ ബൈ. ലവ് യു ഓൾ.